ഹായ് ചങ്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് വെള്ളിയാഴ്ച ഒമാൻ സഹത്തിലുള്ള നമ്മുടെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ളൊരു ഫാം, നമ്മുടെ നാടൻ വയലിനെ തോന്നിപ്പിക്കുന്ന പുൽകൃഷി, അതുപോലെ ഇഷ്ടം പോലെ കോഴികളും പശുക്കളൊക്കെ, നല്ല അടിപൊളി മാൻകുട്ടി, അതുപോലെ നമുക്ക് കുളിക്കാൻ വേണ്ടി സൂപ്പറായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്, വ്യത്യസ്തമായ കാഴ്ചകൾ, അടിപൊളി വാഴത്തോട്ടം, മാവിൻ തോട്ടം, ചെറുനാരങ്ങ കൃഷി, അങ്ങനെ കണ്ണിന് കുളിർമയാകുന്ന വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല ഇവിടുന്ന് കാണുന്നില്ല. കൊല പൊത്തി വെച്ചിട്ടുണ്ട്. കയ്യില് ഇതെടുത്തിയേ ചെറുന്നേറങ്ങ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി നാട്ടിൽ പോകാത്ത മുഹമ്മദിനും നാദിസിനും നാട്ടിലെത്തിയൊരു പ്രതീതിയായിരുന്നു. മാവിൻ്റെ മുകളിൽ കയറാൻ നോക്കലും, വാഴത്തോട്ടത്തിൽ കൂടി ഓടലും, അതുപോലെ പിറകിൽ വയൽ പോലത്തെ പുൽകൃഷി നോക്കലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള ഒരു പാടത്തിൻ്റെ അതേ ലുക്കിലാണ് ചെറുനാരങ്ങ കൃഷിയാണ് ഈ കാണുന്നത്. അതുപോലെ അടിപൊളി മാവിൻ തൈകൾ, വാഴത്തോട്ടങ്ങൾ, അതിനിപ്പുറത്തായിട്ട് പുൽകൃഷി, ഇങ്ങനെ അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ ഈ ഫാമിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വലിയൊരു കുഴൽക്കിണർ, അതിനോട് ചേർന്നിട്ട് വലിയൊരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുക. അതിൽ നിറക്കുന്ന വെള്ളം ആവശ്യാനുസരണം ഈ കൃഷിയിടത്തിലേക്ക് ഒഴുക്കി വിടും. വലിയ 6 ഇഞ്ച് പൈപ്പിൽ കൂടി, അതുപോലെ ഈ എന്താ പറയുക, വെള്ളത്തിൻ്റെ ചാലൊക്കെ കണ്ട അതിൽ കൂടി ഒഴുക്കി വിട്ടാണ് കൃഷി ചെയ്യുന്നത്. ചെറുനാരങ്ങ കൃഷിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇതിലൊന്നും വലുതായി കാണുന്നില്ല. മാങ്ങയുടെ സീസണും ഏകദേശം കഴിയാറായി. എന്നാലും അവർ മാവിൽ കയറിയിട്ടും അവരും ഞാനും എല്ലാവരും നമ്മുടെ കുടുംബസമേതം നല്ലോണം എൻജോയ് ചെയ്തു. ഫാമിൻ്റെ ഒരു ഭാഗത്ത് നിറയെ പശുക്കളുണ്ട്. അതുപോലെ ചെറിയ നമ്മുടെ നാട്ടിൽ കന്നുട്ടി എന്നൊരു കിടാവുണ്ട്. ആ പശുത്വത്തിൽ തന്നെ ഇഷ്ടം പോലെ കോഴികൾ, അതിൻ്റെ മുട്ട, അങ്ങനെ അതിനോട് ചേർന്നിട്ട് ഒരു 2 മാനുണ്ടായിരുന്നു തന്നെ, ഇപ്പോൾ ഒന്നേ ഉള്ളൂ, മാൻകുട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി കാഴ്ചയാണ്. നമ്മളെ ഫാമിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലുള്ള കുളിയിലേക്ക് പോവുകയാണ്. ആഴ്ചകളെ പഴയകാല ഓർമ്മയിൽ നമ്മൾ മുങ്ങൽ മത്സരം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ചെറുതായിട്ട് തത്താറിനൊന്ന് പറ്റിച്ചു. അവനങ്ങനെ മുങ്ങിക്കിടക്കാണ്, നമ്മൾ പൊങ്ങിക്കിടക്കാണ്. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ മുങ്ങൽ മത്സരം നടത്താണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 36 പൊന്തി. സത്യത്തിൽ ജയിച്ചത് അവനാണ്. അവനെ കുട്ടി വിളിച്ചതുകൊണ്ട് പൊങ്ങിയതാണ്. ഗൾഫിൽ വന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഫാം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.